ശരി തെറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം കാണാത്തവൻ അന്ധനാകുന്നു. വേണ്ടപ്പോൾ കരുണയുള്ള ഒരു വാക്കു പറയാൻ കഴിയാത്തവൻ മൂകനാകുന്നു. അതിരറ്റ ആഗ്രഹങ്ങളുടെ പിടിയിലായവർ ദരിദ്രരാകുന്നു. ഹൃദയത്തിൽ സന്തോഷമുള്ള തൃപ്തിയാർന്നവൻ ധനികനാവുന്നു. ഇതാരാ പറഞ്ഞതെന്നറിയാം? നമ്മുടെ ബുദ്ധനാണ് പറഞ്ഞത്, ഗൗതമ ബുദ്ധൻ. കറക്റ്റ് കാര്യമാണ്. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിങ്ങനെ നിൽക്കും. കാരണം എന്താണ് അങ്ങനെ ആലോചിക്കാൻ കാര്യം? അതുള്ള കാര്യമാണ്, കറക്റ്റ് കാര്യമാണ് പറയുന്നത്. ചിലപ്പോൾ അനുഭവങ്ങൾ തന്നെ ആവാം അങ്ങനെയുള്ള വാക്കുകളിലൂടെ നമുക്ക് ആ സമയത്ത് തോന്നുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ശരി തെറ്റുകൾ ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കാത്തവൻ അന്ധനാകുന്നു. അന്ധൻ എന്ന് പറയുമ്പോൾ കണ്ണ് കാണാത്ത, അല്ലേ? കാഴ്ചയില്ലാത്ത ആളാണ് അന്ധൻ. അപ്പോൾ ഈ ശരി ഏതാണ് തെറ്റേതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരെന്താണ്? കണ്ണുകൊണ്ട് പ്രയോജനമുണ്ടോ അവർക്ക്? ഇല്ല. അപ്പോൾ അവരെ അന്ധൻ എന്ന് വിളിക്കുന്നതാണ് നല്ലത്. കണ്ണുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് ശരി ഏത് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നില്ലെങ്കിൽ അവൻ തീർച്ചയായിട്ടും അന്ധനാണ്, അല്ലേ? ഒരന്ധനും ഒരു കണ്ണ് കാണുന്ന ആളും കാണാത്ത ആളും അവരുടെ ആ കാഴ്ചകളിലുള്ള വ്യത്യാസം, അല്ലേ? കണ്ണ് കാണാത്തവർ ഉൾക്കണ്ണിലൂടെയാണ് കാണുന്നത്, അല്ലേ? അവർ പലപ്പോഴും പല ശരികളും കണ്ടെത്തും. പക്ഷെ കണ്ണുള്ളവരോ അങ്ങനെയുള്ള ശരികൾ കണ്ടെത്തണമെന്നില്ല. അതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വേണ്ടപ്പോൾ കരുണയുള്ള വാക്ക് പറയാത്തവൻ മൂകനാകുന്നു. മൂകത എന്ന് പറയുമ്പോൾ സംസാരമില്ലാത്ത, നമുക്ക് ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ അവർക്കൊരു സാന്ത്വനമായൊരു വാക്ക് പറയാൻ കഴിയാത്ത, അല്ലെങ്കിൽ കരുണയോടുകൂടി സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ ആരാണോ അവർ മൂകനാണ്. അവർക്ക് സംസാരശേഷി ഇല്ലാത്തത് തന്നെയാണ് നല്ലത്. അവരൊരിക്കലും സംസാരിക്കാതിരിക്കുക. എന്തിനാണ് സംസാരം നമുക്ക് തന്നിരിക്കുന്നത്? ആവശ്യാനുസരണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സംസാരം. അനാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആവശ്യത്തിന് കരുണ തോന്നുന്ന രീതിയിൽ കാരുണ്യമുള്ള വാക്കുകൾ പറയാൻ കഴിയാത്തവർ തീർച്ചയായിട്ടും മൂകൻ തന്നെയാണ്. അതിരറ്റ ആഗ്രഹം, അങ്ങനെ ഒരു അതിരില്ലാതെ, ഒരു ലിമിറ്റില്ലാതെ ഇങ്ങനെ ആഗ്രഹങ്ങൾ ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തത്, ഇങ്ങനെ ആഗ്രഹങ്ങളുടെ പുറകെ മാത്രം സഞ്ചരിക്കുന്നവൻ ദരിദ്രനായി മാറും. കാരണം ആഗ്രഹങ്ങൾ എങ്ങനെയെങ്കിലും സാധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, മറ്റൊന്നും അയാളുടെ ജീവിതത്തിലില്ല. അപ്പോൾ അയാൾ എന്താണ്? ഒരു ദരിദ്രനാണ്. ആ ആഗ്രഹങ്ങൾ സാധിക്കാൻ അയാൾ എന്ത് മാർഗവും സ്വീകരിക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവിക്കാനായിരിക്കില്ല അയാൾ ശ്രമിക്കുന്നത്. അയാളുടെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതങ്ങോട്ട് നിറവേറ്റുക. അപ്പോൾ നമുക്ക് ചില ആഗ്രഹങ്ങൾ നിറവേറ്റണമെങ്കിൽ അത് നമ്മുടെ എല്ലാം വിറ്റു തൊലച്ചാൽ പോലും ശരിയാവണമെന്നില്ല. അപ്പോൾ എന്താണ്? അതിര് കവിഞ്ഞിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പുറകെ പോകുന്ന ആൾ ദരിദ്രനാവുന്നു എന്നാണ്. ഹൃദയത്തിൽ സന്തോഷമുള്ള തൃപ്തിയാർന്നവൻ ധനികനാവുന്നു. ഹൃദയത്തിൽ സന്തോഷം, എങ്ങനെയാണ് ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകുന്നതെന്നൊക്കെ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹൃദയത്തിൽ സന്തോഷമുള്ളവൻ, തൃപ്തിയുള്ളവൻ, അവൻ ധനികനാവുന്നു. കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. നമ്മൾ മാക്സിമം നമുക്ക് നേടാനായിട്ട് ശ്രമിക്കാം. അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്, ഒരു ജോലിയുണ്ട്, കുടുംബമുണ്ട്, കുട്ടികളുമുണ്ട്. അവരൊക്കെ ആയിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത്, അതാണ് ആ സന്തോഷവും തൃപ്തിയും. ഉള്ള ആ സന്തോഷത്തിൽ തൃപ്തിയാണ് ഉണ്ടോ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ സന്തോഷത്തിലും നമ്മൾ തൃപ്തനാകുക, അതാണ് പറയുന്നത്. അങ്ങനെ തൃപ്തിയുള്ളവൻ എന്താണ്? ധനികനാണ്. അവർക്ക് പിന്നെ ഒന്നും നേടേണ്ട കാര്യമില്ല. ഏറ്റവും വലിയ നമ്മളെന്ത് കാര്യത്തിൻ്റെ പുറകെയും ആഗ്രഹത്തിൻ്റെ പുറകെയും നമ്മൾ പോയി അത് നേടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സന്തോഷം, അല്ലേ? ഈ സന്തോഷം തൃപ്തിയോടുകൂടി ഞാൻ തൃപ്തനായി, എനിക്കത് നേടിയല്ലോ, ഞാൻ തൃപ്തനായി എന്ന് തൃപ്തിയും സന്തോഷവും ഒരുപോലെ മനസ്സിൽ വരുമ്പോൾ അവൻ എന്താകും? ധനികനാകും. അവിടെ പണത്തിനല്ല പ്രാധാന്യം, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിനും ആ സന്തോഷം നമുക്ക് തന്ന
ഒരു ആത്മസംതൃപ്തിക്കുമാണ് പ്രാധാന്യം. ശരിയല്ലേ? കറക്റ്റാണ്.